അല്ല, അതൊന്നും ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളല്ല. അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തന്ത്രി കുടുംബത്തിനാണ് അവകാശം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോൾ താഴമൺ തന്ത്രി സംശയത്തിൻ്റെ നിഴലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ മാറ്റി എൻ്റെ മകനെ വയ്ക്കണം എന്ന്. ഇപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിന് വിട്ടു. ബോർഡിന് എടുക്കാൻ തീരുമാനം അത് ബോർഡ് ചെയ്യുന്ന തെറ്റ്. അത് ബോർഡിന്റെ ശരിയേട്. കാരണം അവർക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്തവണ പൂജയ്ക്ക് തന്ത്രി വേണം. അത് ബോർഡ് ഉത്തരവാദിത്തം കൈവിടുന്നു. അപ്പം അതിന്റെ കാരണം എന്താ അറിയോ? കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞ് ദേവസ്വം ബോർഡും കൈ കഴുകുന്നു, ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയുന്നുമില്ല. ആ ഒരു അവസ്ഥ മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാണ്. അതാ പറഞ്ഞ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയില്ല. ഇങ്ങനെ സർക്കാരിന് കൈയും കെട്ടിയിരിക്കാൻ കഴിയുമോ? ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാരല്ലേ. ഇപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലും നടപടികൾ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് തിരുത്താൻ ഇപ്പോൾ തന്നെ നിയമമുണ്ടല്ലോ. എത്രയോ ഞങ്ങളുടെ തീരുമാനങ്ങൾ കോടതി തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പരാതി പറഞ്ഞോ? അപ്പോൾ കോടതിയുടെ വിധിയിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മേൽക്കോടതിയിൽ പോകാം. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഇന്നിപ്പോൾ ഉണ്ട്. അതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇപ്പോൾ അങ്ങ് സ്റ്റക്കായി നിൽക്കുക. അതാണ് ഇന്നലെ സൂചിപ്പിച്ചത്. മുൻ സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തിയ ബ്രേക്ക് ചെയിൻ എന്ന പദ്ധതിയിൽ സാമ്പത്തിക തട്ടിപ്പുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മുഹമ്മദ് അഷ്റഫിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. വലിയൊരു തട്ടിപ്പാണ് അതിൽ നടന്നിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തെ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയതിലും മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ 3 IAS ഉദ്യോഗസ്ഥന്മാരെ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത്, അഡീഷണൽ ഹെൽത്ത് സെക്രട്ടറി, NHMന്റെ ഡയറക്ടർ, DME, DHS ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ 2 ആഴ്ചയ്ക്കും റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമുക്ക് കിട്ടും. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണന. മന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശബരിമല തന്ത്രിമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കെ മുരളീധരൻ.